ഈ അസറ്റുകൾ കണ്ടുകിട്ടിയ 785 പേരിൽ എത്ര പേരെ ശിക്ഷിച്ചു എന്നറിയാമോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? 0.03%. 0.03% മാത്രം കൺവിക്ഷൻ റേറ്റ് ഉള്ള ഒരു ഏജൻസിയാണ് ED എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കണ്ടുകെട്ടിയവരുടെ സ്വത്തുക്കൾ എന്ത് ചെയ്യും? ഇവിടെയാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. 1,21,000-ലധികം ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമ്പോൾ ആ സ്വത്തുക്കൾ ഉപയോഗിച്ച് ബിസിനസ് നടത്തിയിരുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റോയ് എന്തിനാണ് ആത്മഹത്യ തിരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിൻ്റെ ഒരു സൂചന കിടക്കുന്നത് ഇവിടെയാണ്. റോയിയുടെ ബിസിനസ് രീതി നേരത്തെ ആന്റോ കേസ്റ്റൻ സൂചിപ്പിച്ചതുപോലെ ഒരു സീറോ ഡെപ്റ്റ് ബിസിനസ് പ്ലാനാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. വായ്പാ രഹിത സംരംഭകനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇത്രത്തോളം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന ഒരാൾ ഇന്ത്യയിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും ഏത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് പരിശോധിച്ചാൽ പോലും സീറോ ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതി എന്ന രീതിയിലാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ അറിയുന്നത് തന്നെ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എനിക്ക് രണ്ട് പദ്ധതിയുള്ളൂ. ഒന്ന്, ഞാൻ വായ്പ എടുത്ത് ബിസിനസ് ചെയ്യാറില്ല. 2, ഞാൻ കൃത്യസമയത്ത് അത് കൈമാറും. ഗീവ് ഇൻ ടൈം, GIT എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് രണ്ടുമാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ രണ്ടിനും റിസ്ക് ഉണ്ട്. ഈ രണ്ടിൻ്റെയും റിസ്ക് എന്താ? ഒന്ന്, സീറോ ഡെപ്റ്റാണ്. സീറോ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ നിന്ന് പണം ലോണായിട്ടെടുക്കാതെ തൻ്റെ പദ്ധതിയിൽ ഗുണഭോക്താക്കാവുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് നേരത്തെ ആന്റോ കേസ്റ്റൻ പറഞ്ഞതുപോലെ അഡ്വാൻസ് ആയിട്ട് പണം സ്വീകരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഒരു ഫ്ലാറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ എത്രയാണ് ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ മുടക്കുക. ഇപ്പോൾ കേരളത്തിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ആദ്യം തുടങ്ങുന്ന സമയത്ത് എത്രയായിരുന്നു അറിയുമോ ഫ്ലാറ്റിൻ്റെ റേറ്റ്? 40 ലക്ഷം രൂപയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? അന്ന് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത റിയാലിറ്റി ഷോയിൽ 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് നേടൂ എന്നായിരുന്നു ടാഗ്. അന്ന് ആ റിയാലിറ്റി ഷോയിൽ വിജയിക്ക് 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടുമ്പോൾ നോക്കൂ, ഓരോ ഷോയിലും ഓരോ എപ്പിസോഡിലും 10-15 തവണ അദ്ദേഹത്തിൻ്റെ മുഖം മാത്രമല്ല കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയില്ല. പകരം ആ നിക്ഷേപകരുടെ കയ്യിൽ നിന്ന്, ആരാണോ ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്നത് അവരുടെ കൈകളിൽ നിന്ന് ആദ്യം 5 ലക്ഷം വീതം വാങ്ങുന്നു. ഇപ്പോൾ 100 ഫ്ലാറ്റുകൾ അദ്ദേഹം നിർമ്മിക്കാൻ പോയാൽ ഓരോ ഫ്ലാറ്റ് ഉടമയുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന ഈ 5 ലക്ഷമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടേൺ എന്ന് പറയുന്നത്. ഇതുപയോഗിച്ചുകൊണ്ട് ഇയാൾ എന്താ ചെയ്യുന്നത്? ഇത് കമ്പനിയുടെ ഓരോ പ്രധാനപ്പെട്ട ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട നിർമ്മാണ ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പ്ലംബിങ്ങിന് കൊടുക്കുന്നു, അതിൻ്റെ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നു. അവിടെയും അദ്ദേഹം എന്താ ലോൺ ഇടുന്നില്ല. സാധാരണ 90 ഡേയ്സ് ലോൺ ഇട്ടാണല്ലോ അദ്ദേഹം നമ്മൾ കണ്ടിരിക്കുന്നത്. കോൺട്രാക്റ്റുമാരെല്ലാം 90 ഡേയ്സ് ഒരു അവധി പറഞ്ഞുകൊണ്ടാണ് സാധനങ്ങൾ വാങ്ങാറുള്ളത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓൺ ടൈം നമുക്കത് കൊടുക്കാൻ പറ്റാതെ വരും. കാര്യം ഈ പറയുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് വരില്ല. ഇതങ്ങനല്ല, പൈസ അടച്ച് ബില്ല് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പ്ലംബിംഗ് സാധനമാണെങ്കിലും ഈ നിർമ്മാണ സാധനങ്ങളാണെങ്കിലും വാങ്ങുന്നത്.